Dear students, I am SHANOJ LAL. Welcome to my class. We will discuss exercise 1.4 answers. Without actually performing the long division, state the following rational numbers are terminating decimal expansion or non-terminating repeating expansion or not എന്ന് ചെക്ക് ചെയ്യാനാണ്. അതുപോലെ അതിന്റെ രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ അങ്ങനെയുള്ള ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുകയാണ്. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ കൂടി എഴുതിയിട്ട് പോവാണ് കേട്ടോ. ഓക്കേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 13 divided by 3125 എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അത് ഉണ്ടാവും നോക്കണം. അപ്പോൾ നമുക്കൊരു റാഷണൽ നമ്പർ തന്നിട്ടുണ്ട്. p/q ഫോമിലുള്ള ഒരു റാഷണൽ നമ്പർ തന്നെന്ന് വിചാരിച്ചോളൂ. സോ വി ഹാവ് എ റാഷണൽ നമ്പർ വിച്ച് ഈസ് ഇൻ ദ ഫോം p/q. ഇഫ് യു വാണ്ട് ടു ചെക്ക് വെദർ ദാറ്റ് റാഷണൽ നമ്പർ ഈസ് എ ടെർമിനേറ്റിംഗ് ഓർ non-terminating repeating decimal, it is enough to check the denominator only. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇഫ് ദ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് q, ഇവിടെ ഡിനോമിനേറ്റർ q ആയതുകൊണ്ട് ഇഫ് ദ ഡിനോമിനേറ്റർ ഈസ് എയ്തർ പവർ ഓഫ് 2 ഓർ പവർ ഓഫ് 5 or power of both 2 and 5, then we can say that it is a terminating. If there is any other prime number except this, we can say that it is a repeating or recurring decimal. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെയാണ് ചെക്ക് ചെയ്യുക. അതായത് ഡിനോമിനേറ്റർ ഒന്നെങ്കിൽ 2ന്റെ പവറോ അല്ലെങ്കിൽ 5ന്റെ പവറോ അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റിൻ്റെ പവറോ ഡിനോമിനേറ്റർ വന്നിട്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിരിക്കും അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെയോ ഇതില്ലെങ്കിൽ തന്നെയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും നമ്പർ കൂടി അതായത് പ്രൈം നമ്പറും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും അത് ടെർമിനേറ്റിംഗ് അല്ല, ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്കിതിനെ അങ്ങനെ ഒന്ന് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു നോക്കുക എന്നുള്ള ആദ്യത്തെ ചെയ്യേണ്ടത്. സോ വി ഹാവ് 13/3125. സോ 13 ഈസ് എ പ്രൈം നമ്പർ അല്ലേ? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. 3125ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുക 5 raised to 5 എന്നാണ്. 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലാണ് 3125 കിട്ടുക. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഡിനോമിനേറ്റർ ഇറ്റ് ഈസ് എ പവർ ഓഫ് 5 ആണ്. 5ൻ്റെ പവറാണ്. ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. ഇറ്റ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമലാണ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം അതുകൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ആൻസർ എഴുതുന്നത്. കാരണം ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കൂടി കണ്ടെത്തുക ഇത് തന്നെ നേരിട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആൻസർ പറയുന്നത്. അപ്പോൾ ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടെത്താൻ ശ്രമിക്കാം. സോ വി ഹാവ് ദ ഡിനോമിനേറ്റർ 5 raised to 5 ഹിയർ. അപ്പോൾ നമുക്കിവിടെ 13/5 raised to 5 ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ഫോം എന്ന് പറയുന്നത്. നമ്മൾ 5ൻ്റെ പവർ 5 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു 2ൻ്റെ പവർ വരണം. അത് സെയിം 5ൻ്റെ പവർ തന്നെ ആവണം. അതുകൊണ്ട് മുകളിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അത് കറക്റ്റ് ചെയ്യാൻ അല്ലേ? അപ്പോൾ സോ വി മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ സെയിം പവർ ഓഫ് 5 വിച്ച് ഈസ് 5. 2ൻ്റെ സെയിം പവറിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 2 raised to 5 കൊണ്ട് ന്യൂമറേറ്ററും 2 raised to 5 കൊണ്ട് ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി നോ ദാറ്റ് 2 raised to 5 ഈസ് 32. സോ ന്യൂമറേറ്റർ നമ്മളിങ്ങനെ മാറ്റി എഴുതി it is 32 whole divided by 5 raised to 5 and 2 raised to 5 നെ നമുക്ക് 2 into 5 the whole to the power 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 13 and 32 മൾട്ടിപ്ലൈ ചെയ്താൽ 416 ആ കിട്ടുക. 416 ഡിവൈഡഡ് ബൈ ഇതിന് 10 to the power 5 എന്ന് എഴുതാം. 416 ഡിവൈഡഡ് ബൈ 10 to the power 5 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 5 zeros കൊടുക്കണം. 1 കഴിഞ്ഞിട്ട് 5 zeros അല്ലേ? അപ്പോൾ ഇവിടെ 4 ഡെസിമൽ പ്ലേസ് അല്ല 5 ഡെസിമൽ പ്ലേസസ് വേണം. ഇവിടെ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ ഡെസിമൽ ഫോം എഴുതുക? 416 is the decimal form of this. Second question നോക്കുക. It is 17/8 ആണ്. Second question 17/8 ആണ്. So we can easily rewrite 17 is a prime number. What about 8? 8 is 2 cube.
സോ വിച്ച് ഈസ് എ ടെർമിനേറ്റിംഗ് അല്ലേ. ഇവിടെ 2 എന്ന് പറയുന്നതിൻ്റെ ഈ 2 എന്ന് പറയുന്ന പ്രൈം നമ്പറിൻ്റെ പവർ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. ഡിനോമിനേറ്ററിൽ 2ൻ്റെ പവർ മാത്രമേ വന്നിട്ടുള്ളൂ. വിച്ച് ഈസ് ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ് ഇതിൻ്റെ ഡെസിമൽ ഫോം വരുന്നത്. സോ വി വാണ്ട് ടു ഫൈൻഡ് ഇറ്റ്സ് ഡെസിമൽ ഫോം. ടെർമിനേറ്റിംഗ് ഡെസിമൽ ഫോം കണ്ടെത്തണം. ഫോർ ദാറ്റ് വി ഹാവ് 17/2 cube here and we know the power of 2 is here 3. 3 ആണ് 2ൻ്റെ പവർ. സോ വി മൾട്ടിപ്ലൈ ബോത്ത് ദി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ തേർഡ് പവർ ഓഫ് 5 ഓൾസോ അല്ലേ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഹാവ് 17 × 125 ഡിവൈഡഡ് ബൈ 2 × 5 the whole cube എന്ന് എഴുതാൻ പറ്റും. 17 × 125 is 2125, 2125 by 10 cube. What is 10 cube? 10 cube is 1000. So we can 3 decimal places ആണ് 2.125 is the answer. Third question നോക്കുക. 64 divided by 455 ആണ്. സോ നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 6 ആണ്. നമുക്ക് 455ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 455. So we can divide this by 5 first. 91. Again we have 7 into 13. So we get the prime factors of 455. So 64 by 455 can be written as 2 raised to 6 divided by 5 into 7 into 13. Okay. So the denominator is not in the form 2 raised to m, 5 raised to n. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 64 by 455 റാഷണൽ നമ്പർ ആണ്. ഈസ് എ റാഷണൽ നമ്പർ വിച്ച് ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഓക്കെ. സോ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 divided by 1600. So we know 15 is 3 into 5 and we have 16 into 100 is 1600. Okay. So ഇവിടെ ക്യാൻസൽ ആവാം. എത്ര പ്രാവശ്യമാണ്? ഇറ്റ് ഈസ് 20 times. സോ ഇനി ഫാക്ടറൈസ് ചെയ്യാം. 3 divided by 16 is 2 raised to 4 and we have 20 is 2 square into 5. 20 is 2 square into 5. So the denominator is 3 by 2 raised to 6 into 5 എന്നാണ് ഡിനോമിനേറ്റർ വരിക. ഡിനോമിനേറ്റർ എങ്ങനെയാണല്ലോ? 2 raised to 6 into 5. സോ ദ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുമ്പോൾ 2ൻ്റെ പവറായിട്ടോ 5ൻ്റെ പവറായിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അത് രണ്ടിൻ്റെയും കൂടി 2ൻ്റെയും 5ൻ്റെയും പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഡിനോമിനേറ്റർ ഉള്ളത്. സോ വിച്ച് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമലായി. നമുക്ക് അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. ടെർമിനേറ്റിംഗ് ഡെസിമൽ ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 3 by 2 raised to 6 into 5 ആണ്. ഇവിടെ 5ൻ്റെ പവർ 2ൻ്റെ പവറിനോട് കറക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 5ൻ്റെ പവർ 2ൻ്റെ പവറിനോട് കറക്റ്റ് ചെയ്യുമ്പോൾ ഒന്നല്ലല്ലോ, അത് 6 ആവണമെങ്കിൽ ഒരു 5 പവർ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. 5th പവർ അതുപോലെ അതിനെ ഡിനോമിനേറ്ററിൽ സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 3 into 5 raised to 5 divided by 2 raised to 6 into 5 raised to 6 എന്നാണ് കിട്ടുന്നത് അല്ലേ. സോ വി നോ ദാറ്റ് 5 raised to 5 is 3125. 3 into 3125 divided by 2 into 5 whole raised to 6. Okay. So the product of 3 and 3125 is 9375. What is 10 raised to 6 എന്നാണ് കിട്ടുന്നത് അല്ലേ. 10 raised to 6. 9375 divided by 10 lakh ആണ്. 6 ഡെസിമൽ പ്ലേസസ് വേണം. ഇവിടെ 4 നമ്പേഴ്സേ ഉള്ളൂ. ഇപ്പോൾ 2 സീറോസ് ചേർത്ത് കൊടുക്കുക. 9375 ഈസ് ഇറ്റ്സ് ഡെസിമൽ ഫോം. സോ 5th ക്വസ്റ്റ്യൻ ഈ നോക്കാം. 5th ക്വസ്റ്റ്യൻ 29 divided by 343 ആണ്. 29 ഒരു പ്രൈം നമ്പറാണ്. സോ 29 itself. ആൻഡ് 343യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് 7 cube എന്നാണ് കിട്ടുക. സോ ദ ഡിനോമിനേറ്റർ ഈസ് എ നമ്പർ വിച്ച് ഈസ് നോട്ട് 2 or 5. 2ഉം 5ഉം അല്ലാത്ത ഒരു നമ്പറാണ് ഡിനോമിനേറ്റർ. അതുകൊണ്ട് ഇതെന്തല്ല? ടെർമിനേറ്റിംഗ് അല്ല. ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്.
decimal. Okay, non-terminating repeating decimal ആണ് നമ്മളുടെ 29/343. Sixth question നോക്കാം. 23 divided by 2 cube into 5 square ആണ്. സോ ഡിനോമിനേറ്റർ നമ്മൾ ഡയറക്റ്റ്ലി പ്രൈം ഫാക്ടേഴ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ 2ഉം 5ഉം തന്നെയാണ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഡക്റ്റുകളാണ് ഡിനോമിനേറ്ററിൽ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം, ഇറ്റ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. സോ വിച്ച് ഈസ് terminating. So now we want to find the decimal form of that terminating rational number. For that we have 23 by 2 cube into 5 square. ഇവിടെ നമ്മൾ നോക്കുക 2ൻ്റെ പവർ 3ഉം 5ൻ്റെ പവർ 2 ആണ്. അപ്പോൾ വലിയ പവറുള്ള ഇത് ആലോചിക്കുക, വലിയ പവറുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അതേ പവർ അടുത്ത നമ്പറിനോ അടുത്ത ഫാക്ടറിനോ ആക്കണം. സോ ഇവിടെ 2ൻ്റെ പവറാണ് വലുത് 3, 5ന് അത്രത്തോളം പവർ എത്തിയിട്ടില്ല. നമ്മളുടെ പവർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലും താഴത്തും എന്ത് ചെയ്യുക, ഒരു പവറും കൂടിയാണ് കുറവുള്ളത് അല്ലേ. 5 കൂടെ 2 പവറുണ്ട്, ഇനി ഒരു പവറും കൂടിയാൽ 3 പവറാവും. സോ വി മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ വാട്ട്, 5ൻ്റെ ഒരു പവർ കൊണ്ട് മൾട്ടിപ്ലൈ. 5 raised to 1 താഴെ 5 raised to 1. So now we get 23 into 5 raised to 1 is 5, and we can rewrite this 5 raised to 2 into 5 raised to 1 is 5 raised to 3. Okay. So what is 23 into 5? It is 115 divided by 2 into 5 whole cube എന്ന് എഴുതാം. 115 divided by 1000. So what is the decimal form of 115 by 1000? 3 decimal places അല്ലേ. 115.115 ആണ് അതിൻ്റെ ആൻസർ, വിച്ച് ഈസ് ദ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഓഫ് ദ ഗിവൺ റാഷണൽ നമ്പർ. സോ 7th ക്വസ്റ്റ്യൻ നോക്കാം. വി ഹാവ് 129 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഇൻറ്റു 5 raised to 7 ഇൻറ്റു 7 raised to 5 എന്നാണ്. സോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് എന്തല്ല, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെന്ന് മനസ്സിലാവുമെങ്കിലും 129 ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. So what is the prime factorization of 129? It is 3 into 43 ആണ്. 3 into 43 is 129, and we have 2 square into 5 raised to 7 into 7 raised to 5. ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഒന്നുമില്ല, ഇതെല്ലാം കോപ്രൈംസ് ആണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്റേഴ്സും ഇല്ല അല്ലെ, കോപ്രൈംസ് ആണ് എല്ലാം. അപ്പോൾ നമുക്ക് ഇനി ക്യാൻസലേഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് 7 ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഇല്ല. സോ ഇറ്റ് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് repeating decimal, which is non-terminating repeating ആയിട്ടുള്ള ആ ഡെസിമൽ ആയിരിക്കും ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് കണ്ടെത്താം. ഓക്കെ. 8th question 6/15 എന്നാണ്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 6 എന്ന് പറഞ്ഞാൽ 2 into 3. അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് വാട്ട് ഈസ് 15? It is 5 into 3. So here cancelled. So we have 2/5. The 2/5 denominator 5 ആണ്. So it is a terminating decimal. Terminating ആണ്. So terminating decimal ഏതാണ് കാണാൻ വേണ്ടിയിട്ട് 2/5 ആണുള്ളത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 5ൻ്റെ പവർ 1 ആണ്, ന്യൂമറേറ്ററിൽ 2ൻ്റെ പവർ 1, ഡിനോമിനേറ്റർ 2ൻ്റെ പവർ 1. So we have 4/10. What is the decimal form of 4/10? It is 0.4. വളരെ എളുപ്പത്തിൽ കാണാവുന്നേ ഉള്ളൂ അല്ലേ. സോ 9th ചോദ്യം നോക്കാം. 35/50 ആണ്. പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 35 എന്ന് പറയുമ്പോൾ 7 into 5 ആണ്. ആൻഡ് വാട്ട് ഈസ് 50? 50 ഈസ് 2 into 5 square. ഓക്കെ. സോ ഹിയർ 1 5 and 5 will cancel. 7/2 into 5, which is 7/10. Okay, 7/10. So very clearly we know that it is a terminating ആണ്, terminating decimal ആണ്. So we can easily find the decimal form of that 7/10, which is 0.7. So അതിലെ ലാസ്റ്റ് ചോദ്യമാണ് 77/210 ആണ്. We can factorize that 77 and 210. Listen. അപ്പോൾ 77 എന്ന് പറഞ്ഞാൽ 7 into 11 ആണ്. And what is the prime factors of 210? Just we can find the prime factors of 210. 2 times 105. Then we have 3, 35, 7, 5. Okay. 210 is equal to 2 into 3 into 7 into 5. So 7 and 7 will be cancelled. We have 11/2 into 3 into 5. So we have a number except 2 and 5 here, which is that 3. 3 എന്ന് പറയുന്നത് 2ഉം 5ഉം കൂടാതെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ വന്നിട്ടുണ്ട്.
കോപ്രൈംസ് ആണ് എല്ലാം. 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ വന്നു, അതുകൊണ്ട് ഇതെന്താവില്ല, ടെർമിനേറ്റിംഗ് ആവില്ല. ഓക്കെ, സോ വിച്ച് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് repeating decimal. So it is a non-terminating repeating decimal. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെയും സെക്കൻഡ് ക്വസ്റ്റ്യനും കമ്പൈൻഡ് ആയിട്ടുള്ള ആൻസേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് തേർഡ് പാർട്ടിലേക്ക് പോകാം. The following real numbers has decimal expansions given below. കുറച്ച് റിയൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വി വാണ്ട് ടു ചെക്ക് ദാറ്റ് ഡെസിമൽസ് ഇൻഡിക്കേറ്റ്സ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് ദേ ആർ റാഷണൽ ഓർ ഇഫ് വി ക്യാൻ എക്സ്പ്രസ് ദ ഗിവൺ നമ്പേഴ്സ് ഇൻ ദി ഫോം p/q, വി വാണ്ട് ടു സേ അബൌട്ട് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് q ഓർ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് പറയണം. അപ്പോൾ നമുക്ക് ചോദ്യം ഇതാണ്, നമ്മളുടെ തന്നിട്ടുള്ള നമ്പേഴ്സിൽ ആദ്യം റിയൽ നമ്പേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ p/q ഫോമിൽ എഴുതാൻ പറ്റൂലേ. p/q ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ആ ക്യൂവിൻ്റെ സ്വഭാവം, അതിൻ്റെ ക്യാരക്ടർ എന്താണ്, അത് ചിലപ്പം 2ൻ്റെയും 5ൻ്റെയും പ്രോഡക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. വി ഹാവ് എ ടെർമിനേറ്റിംഗ് ആണ് ഡെസിമലാണ് തന്നിട്ടുള്ളത് അല്ലേ. ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്താണ് ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റും. വി ക്യാൻ എക്സ്പ്രസ് ദാറ്റ് ഡെസിമൽ ഇൻ ദി റാഷണൽ ഫോം. സോ വിച്ച് ഈസ് റാഷണൽ? So prime factors of q will be either 2 or 5, 2 or 5 or both. qൻ്റെ പ്രൈം ഫാക്ടേഴ്സിനെ പറ്റി എന്ത് പറയാം? 2ൻ്റെയോ 5ൻ്റെയോ അല്ലെങ്കിൽ 2ൻ്റെയോ 5ൻ്റെയോ പ്രോഡക്റ്റിൻ്റെ ആയിട്ടോ പവേഴ്സ് ആയിട്ടായിരിക്കും പ്രൈം ഫാക്ടേഴ്സ് ഓഫ് q ഉണ്ടാവുന്നത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ? സോ വി നോ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 2 0 1 2 0 0 1 2 0 0, there will be no such order for this question അല്ലേ. പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. റിപ്പീറ്റിംഗ് അല്ല ടെർമിനേറ്റിംഗും അല്ല. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമലാണത്. സോ വിച്ച് ഈസ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്, വിച്ച് ഈസ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ആണ് ഓർ നോൺ റിപ്പീറ്റിംഗ് ആണ്. സോ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നില്ല അവസാനിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ഡെസിമലിന് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയില്ല. സോ വിച്ച് ഈസ് നോട്ട് റാഷണൽ, നോട്ട് എ റാഷണൽ നമ്പർ. It is not a rational number. It is the answer of the second question. And we have the third question. നമ്മൾ ഇവിടെ എഴുതിയിട്ട് ഈ നമ്പേഴ്സിൻ്റെ മുകളിലൊരു വര ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ ഒരു ഡെസിമൽസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇഷ്ടംപോലെ പ്രാവശ്യം അല്ലേ. ഇത് എൻഡ് ചെയ്യുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെ നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 പിന്നെ ഇവിടെ എഴുതുന്നു. ഇവിടെ എഴുതുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വരയിലുള്ളത് നമ്മൾ ഒതുക്കിയത്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഡെസിമലാണ്. അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ റിപ്പീറ്റിംഗ് ആണ്. അങ്ങനെയുള്ള ഡെസിമൽ റാഷണൽ നമ്പർ ആണ്. വിച്ച് ഈസ് എ റാഷണൽ നമ്പർ ആക്ച്വലി. ദ ഡിനോമിനേറ്റർ q will also have a number other than 2 or 5. അപ്പോൾ q will also have a number other than 2 or 5. ആ ക്യൂവിൽ 2 5 അല്ലാത്ത ഒരു ഡിനോമിനേറ്ററിൽ ഒരു നമ്പറും കൂടി എന്തായാലും ഉണ്ടാവും അല്ലേ, ഒന്നെങ്കിലും ഉണ്ടാവും. ഇത്രയാണ് എക്സസൈസ് 1.4 ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ. 10th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിലെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾക്കിതിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഡേറ്റ് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.